ബ്ലൈൻഡ് ബാഗ്സ് ഇഷ്ടപ്പെടുന്ന കുറേ പേര് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും വ്യൂവേഴ്സ് ആയിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ന് എന്തായാലും നമുക്കൊരു യൂണിക്കോൺ തീംഡ് ബ്ലൈൻഡ് ബാഗ് ചെയ്യാം. മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ബ്ലൈൻഡ് ബാഗിന്റെ ഷോർട്സിന്റെ താഴെയായിട്ട് വന്നിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു യൂണിക്കോൺ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും അത് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ യൂണിക്കോണിനെ വരച്ചു കൊടുത്തു. ഇനി മുകളിലായിട്ട് യൂണിക്കോൺ എന്ന് എഴുതി കൊടുക്കാൻ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ബ്രഷ് പെന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ മുകളിൽ എഴുതി കൊടുത്തത്. ഇനി സെല്ലോ ടേപ്പ് ഇതാ സൈഡ്സിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ ബ്ലൈൻഡ് ബാഗ്സിന്റെ വീഡിയോയിലും നമ്മളിത് റിപ്പീറ്റ് ചെയ്യലുണ്ട്. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഫ്രണ്ടിലെല്ലാം സെല്ലോ ടേപ്പ് സ്റ്റിക്ക് ചെയ്തപ്പോഴാണ് ബാക്കിൽ നമ്മൾ ആ ഒരു ലെജൻഡറി കോമൺ അതൊന്നും എഴുതി കൊടുത്തില്ല എന്ന് ഓർമ്മ വന്നത് കേട്ടോ. അപ്പൊ ഞാൻ വേഗം അതേപോലെ സർക്കിൾസ് ഒക്കെ വരച്ചു കൊടുക്കുകയാണ്. ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റെൻസിൽ ചെയ്തിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ സാധാ നമ്മുടെ മാർക്കർ യൂസ് ചെയ്തിട്ട് തന്നെ എല്ലാം വരച്ചു കൊടുത്തു. അങ്ങനെ ഇതാ നമ്മുടെ മെയിൻ കവർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നോട്ട് പാഡ് ആണ് കേട്ടോ. യൂണിക്കോൺ തീമിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പേജസ് ബാക്കിയുള്ള പഴയ നോട്ട്ബുക്ക് ഇല്ലേ, അതിന്റെ സെന്റർ പേജിൽ നിന്ന് ഞാൻ കുറച്ച് പേജസ് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി അതിന് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. നമ്മൾ മിനി നോട്ട് പാഡ് ആണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനൊരു ചട്ടയും കൂടി സെറ്റ് ആക്കണം. അപ്പൊ ഞാൻ ഫ്രണ്ട് പേജിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു നോട്ട്ബുക്കിന്റെ ചട്ടേനെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നോട്ട്ബുക്കിന്റെ ഫ്രണ്ട് പേജിൽ ഇതേപോലെ ഒരു യൂണിക്കോൺ തീംഡ് കപ്പ് കേക്ക് ആണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. അതിനെല്ലാം ഒന്ന് കളറും ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള കവറും കൂടി റെഡിയാക്കാം. ഒരു പേജ് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മുടെ കവർ സെറ്റ് ആവുള്ളൂ. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എല്ലാ സൈഡിലും സെല്ലോ ടേപ്പ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള കവറിൽ നമ്മൾ ലെജൻഡറി കോമൺ റെയർ എന്നൊക്കെ എഴുതിയിട്ടില്ലായിരുന്നോ. അപ്പൊ അതിലുള്ള പോലെ തന്നെ ഞാൻ ഒരു ഗ്രീൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു കീ ചെയിൻ ആണ്. ഏതെങ്കിലും ചെറിയ പിക്ചേഴ്സ് ഒക്കെ വരക്കണമെങ്കിൽ ഞാനിപ്പോൾ എപ്പോഴും ഈ ഒരു പേപ്പർ കോപ്പി ആപ്പിലാണ് കേട്ടോ വരക്കല്. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഇതേപോലെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫോം ബോർഡ് ആണ് കേട്ടോ. ഫോം ബോർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ കാർഡ് ബോർഡ് ആയാലും യൂസ് ചെയ്യാം. ഇതാവുമ്പോൾ കട്ട് ചെയ്യാനൊക്കെ കുറച്ച് സിമ്പിൾ ആണ്. അതാണ് കേട്ടോ ഞാൻ ഇത് ചെയ്തത്. ഇനി അതിന്റെ മുകളിൽ ഞാൻ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു. അതിലിതാ ഇതേപോലെ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി എന്റെ കയ്യിലുള്ള ഈ ഒരു കീ ചെയിന്റെ റിങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്യൂട്ട് കീ ചെയിനും സെറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂണിക്കോൺ തീംഡ് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. സ്റ്റിക്കേഴ്സ് ചെയ്യുന്നത് കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീണ്ടും കാണിക്കുന്നത്. പിൻട്രസ്റ്റ് പോയിട്ട് ഇഷ്ടപ്പെട്ട പിക്ചേഴ്സ് ഒക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഞാൻ കളറും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡെയിലി വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടാവും. ഈ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെയിം സ്ലിപ്പ് ഒക്കെ പീൽ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു പേപ്പർ ആണ് കേട്ടോ ഈ ഒരു യെല്ലോ പേപ്പർ. ഞാനൊരു ബുക്കായിട്ട് വാങ്ങിച്ചതായിരുന്നു. അതാണ് ഈ ഒരു കളർ കേട്ടോ. നിങ്ങൾക്ക് നോർമൽ തന്നെ യൂസ് ചെയ്യാം. ആദ്യം ഒരു ലെയർ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ആ ഒരു പിക്ചർ അതിന്റെ മുകളിൽ വെച്ചിട്ട് വീണ്ടും സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്രോസസ് സിമ്പിൾ ആണ്. ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്ന സ്റ്റിക്കേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബുക്ക് മാർക്കാണ്. ഇത്രയും ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. ഞാനൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം സ്റ്റിക്ക് അല്ല, വേറെ എന്തോ ഒരു സ്റ്റിക്കാണ്. അതിൽ ഇതേപോലെ ഒരു പിക്ചറും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇത്രയേ ഉള്ളൂ. സ്കുഷി ഇല്ലാതെ എന്ത് ബ്ലൈൻഡ് ബാഗില്. അപ്പൊ നമുക്ക് ഇനി ഒരു സ്കുഷിയും കൂടി ചെയ്തെടുക്കാം. സ്കുഷിയൊക്കെ ചെയ്യുന്നത് ഞാനിപ്പോ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. കുറെ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഒരു പേജ് മടക്കിയിട്ട് ഞാൻ ഒരേ പിക്ചർ തന്നെ രണ്ട് സൈഡിലും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്റെ സൈഡ്സിലൊക്കെ സെല്ലോ ടേപ്പ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇതിൽ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കോട്ടൺ നമ്മൾ വാച്ചൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പില്ലോ ഇല്ലേ, അതിലുള്ളതാണ് കേട്ടോ. അതാവുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ബ്ലൈൻഡ് ബാഗിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്താലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ ഒരു സ്കുഷി തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ഇത്രയും ഐറ്റംസ് ഒക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് ഐറ്റമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്യുക. നമ്മൾ ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ ചെറിയ ചെറിയ കവേഴ്സിലാക്കിയിട്ട് നമ്മുടെ വലിയ കവറിലേക്ക് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഒന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കുറേ പ്രാവശ്യം ബ്ലൈൻഡ് ബാഗ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് യൂണിക്കോൺ പണ്ട് മുതലേ ഇഷ്ടമായതുകൊണ്ടാണ് തോന്നുന്നു എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നൊക്കെ ജസ്റ്റ് പറയാ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതെല്ലാം ചെയ്തപ്പോൾ എന്റെ കുട്ടി കസിന് ഇതിന്റെ അടുത്തുണ്ടായിരുന്നു. ഇത് പൊട്ടിക്കെന്ന് കുറേ നേരമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് പൊട്ടിച്ചിട്ടുള്ള വീഡിയോ ഷോർട്സ് ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.